ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച, എന്തൊരു വേഗം 3 ദിവസം കഴിഞ്ഞു പോയെന്ന്. അതായത് ഇന്നലെ കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം ഇന്നലത്തെ ഒരു ദിവസം വേഗം കടന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് ബുധനാഴ്ച എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം, ഇത്ര വേഗം ബുധനാഴ്ച ആയോന്ന്. ദിവസങ്ങളിങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റെങ്കിലും ഞാൻ കുറച്ച് എന്താ പറയുക, ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ബെഡ്റൂമിൽ നിന്ന് എണീറ്റേന്ന് മാത്രം. അപ്പോഴേക്കും ഇവിടെ കുട്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ലേറ്റായിട്ട് എണീക്കുന്നത്. അപ്പോൾ അതേ നമ്മളുടെ അപ്പുറത്ത് പൈപ്പിൻ്റെ അവിടെ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്. അതായത് ഈ മതിലിൻ്റെ അപ്പുറത്താണ് അവർക്കൊരു സംശയം തോന്നിയിട്ടുള്ളത്, ടാപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത്, പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വരുന്ന വെള്ളമാണ് നമ്മളുടെ അപ്പുറത്ത് അതിൻ്റെ പൈപ്പിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് അറിയില്ല, അറിഞ്ഞിട്ട് പറയുന്നതല്ലേ ശരി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാവിലെ ഇത് എണീറ്റപ്പോൾ കുട്ടികളുടെ ടിഫിൻ പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്തിട്ടായിരുന്നു ഞാൻ മറന്നുപോയല്ലോ സത്യത്തിൽ. എന്തായിരുന്നു ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ ദോശയും ചമ്മന്തി പുതിന ചട്നിയായിരുന്നു. അപ്പോൾ നല്ല ദോശയും നല്ല ഊത്തപ്പമായിരുന്നു, ഒണിയൻ ഊത്തപ്പമായിരുന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഒന്നും ഓർമ്മയില്ല നീ. കാരണം ഇന്നിപ്പോൾ കുറേ സ്ഥലങ്ങളിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാതും എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയി. അങ്ങനെ ചാക്കോച്ചൻ രാവിലെ എണീറ്റ് എന്നെ കണ്ടിട്ടില്ല കേട്ടോ, എന്നെ അങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല മൂപ്പര്. ഇന്നലെ ഞാനൊരു ദിവസം ഇല്ലാണ്ടായപ്പോൾ തന്നെ അവൻ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ട പിന്നെ പിറ്റേ ദിവസം വല്ലാണ്ടുള്ള എടുക്കാൻ പറച്ചിലുണ്ടാവില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയുമ്പടി മൂപ്പര് എൻ്റെ ഒക്കത്ത് കയറി. അങ്ങനെ ഇന്നും ഞങ്ങൾ പറയായിരുന്നു, ചാക്കോച്ചൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടാവും ഇന്നും എന്നെ കൊണ്ടുപോയില്ല അവർ എന്നുള്ളത്. അങ്ങനെ പിള്ളേഴ്സിനെയും കൊണ്ട് ഇന്ന് ഡോണാണ് ഇന്ന് കൊണ്ടാക്കാൻ പോണത് കേട്ടോ അവരെ. അപ്പോൾ അങ്ങനെ ഡോണും പിള്ളേഴ്സും പോയി. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇറങ്ങിയ നേരത്താണ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല തോമുൻ്റെ ഡോൺ, അത് മുകളിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സംഭവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ യാത്രയായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് ഡിമ്പിളിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയും മോളും കൂടിയിട്ട് അതിന് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഡിമ്പിളിന് ശോഭയിലാണ് അവൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, നീൻസ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ പാവർട്ടിയിലുള്ള ഒരു മോളാണ്, എന്താ പറയുക, പരിചയമുള്ളൊരു മോളാണ്. അപ്പോൾ അവിടെയാണ് ഡിമ്പിൾ, എനിക്ക് തോന്നുന്നു 3-4 സിറ്റിംഗ് ആയി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ കൂടെയാണ് പോവുക. ഇന്നിപ്പോൾ ഡാഡിക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ, ഇന്നലെ നമ്മൾ എവിടെയും പോയിട്ട് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്ലേറ്റിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡാഡി ബിസിയാണ്. അപ്പോൾ ഡിമ്പിൾ ഒറ്റയ്ക്ക് ഊബർ വിളിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ ഇങ്ങനെ ഡിമ്പിളിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, പാസ്പോർട്ട്സ് ഓരോ കാര്യങ്ങൾ, അറിയാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഡിവൈനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങളായാലും ഇപ്പോൾ എന്താ പറയുക, ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ കളിയാക്കിയിട്ട് പറയും എൻസൈക്ലോപീഡിയ എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്താ പറയുക, അവർ അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒണിയൻ ഊത്തപ്പമായിരുന്നു, ഞാൻ മറന്നുപോയത്. ഇത് നമ്മുടെ പുതിന ചട്നിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ ചട്നി തിന്നപ്പോൾ എനിക്ക് തിന്നപ്പോൾ ഓർമ്മ വന്ന് നിന്നിട്ടാന്ന് പറയും, ഇന്നലെ ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിച്ചില്ലേ, അതിൻ്റെ സെയിം ചമ്മന്തിയായിരുന്നു കേട്ടോ. ഈ മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു ഹാഫ് ഈ ചമ്മന്തിയും ഒന്നിൽ സബോള അരിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഡിമ്പിളിതെ ഫോട്ടോസ് മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനും പിന്നെ ബാങ്കിൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് ഡാഡിയുടെ കൂടെ പോവാണ്. അപ്പോൾ എന്നോട് തിരിച്ച് വരുമ്പോഴേക്കും മമ്മി റെഡി ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനാന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, തുണികളൊക്കെ വാഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതായത് വെള്ളം നമ്മൾ മാക്സിമം തുറക്കാണ്ടിരിക്കാതായിരുന്നു. അങ്ങനെ അലക്ക് കഴിഞ്ഞ് തുണികൾ ഇട്ട് കഴിഞ്ഞപ്പോഴൂടിയിട്ട് പോൾസൺ പേപ്പർ വന്നു. പോൾസൺ പേപ്പർ വന്നപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ സന്തോഷം കാണണമായിരുന്നു. കാരണം ഇപ്പോൾ ഇടയ്ക്ക് അവിടെ പോണ കാരണം അവന് എന്താ പറയുക, സ്വതവേ എന്താ പറയുക, അക്കി പോൾസൺ പേപ്പർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനും അതെ. അപ്പോൾ നേരിട്ട് സാധാരണ അങ്ങോട്ട് പോയിട്ടാണ് കാണാറ്, ഇതിപ്പോൾ മുമ്പിൽ വന്ന് നിന്നാണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവൻ എന്തൊക്കെയാണ് ചെയ്തത്, അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടിയില്ല. ഞാൻ പിന്നീടുള്ള ബഹളം കണ്ടപ്പോഴാണ് ഞാൻ ഫോണും കൊണ്ട് ചെന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി. അപ്പോൾ ഞാനും ഡിമ്പിളും കൂടി ഊബറിലാണ് പോയത്. അപ്പോൾ ഇത് ഇവിടെ എത്തുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ അമ്മേനെ ഓർക്കണോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ
മറ്റേ ശോഭയിലാണ് കേട്ടോ, മറ്റേ നീൻസ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മോളെ മുമ്പ് തൊട്ടേ ഡിമ്പിളിന് പരിചയമാണ്. എനിക്ക് തോന്നുന്നു വേറൊരു ഇവിടെ പാർലറിൽ വെച്ചിട്ട് പരിചയമായതാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ സ്ഥിരം അവിടേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഈ എത്ര സിറ്റിംഗ് ആണെന്നൊന്നും എനിക്കങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയി. അപ്പോൾ ശരിക്കും ഒരു അരമണിക്കൂർ വേണ്ട അവിടുത്തെ സമയം. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു വരുമ്പോൾ നെസ്റ്റോയിൽ ഇറങ്ങി, പിന്നെ തിരിച്ച് വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഇറങ്ങി പോരാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഊബറിൽ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു മോനായിരുന്നു കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, കൃത്യമായിട്ട് എന്താ പറയുക അവിടെ കൊണ്ടുവന്ന് ഇറക്കി നല്ല സേഫായിട്ട്. നമ്മൾ പറയില്ല, നമ്മൾ മറ്റുള്ളവരുടെ വണ്ടിയിൽ പോകുമ്പോൾ ശരിക്കും ഭയങ്കര പേടിയാണ്. എനിക്ക് വേറെ ടാക്സിയിലും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ എനിക്കൊരു പേടിയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ലൊരു കുട്ടി. ഇപ്പം എനിക്ക് ഊബറിൽ പോയി എനിക്ക് ശീലമായി. മറ്റേത് നമ്മളെപ്പോഴും ഡാഡിയുടെയും ഡോണിൻ്റെയും കൂടെ പോയി മാത്രമല്ലേ ശീലം. അപ്പോൾ നെസ്റ്റോ കണ്ടപ്പോൾ ഡിമ്പിൾ പറഞ്ഞു നമ്മൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു കയറിയിട്ട് പോയാലോ എന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട മടക്കം വരാമെന്ന്. അപ്പോൾ അങ്ങനെ ശോഭയിലേക്ക് കടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ത്രേസി ആൻറ്റീനെയാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ത്രേസി ആൻറ്റി മരിച്ചിട്ട്, ത്രേസി ഡൈസ് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി മരിച്ചിട്ട് ഞാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ത്രേസി ആൻറ്റി എപ്പോഴും ഇവിടുത്തെ 2 ഫ്ലാറ്റ് ഉണ്ട് ത്രേസി ആൻറ്റിക്ക്. അപ്പോൾ എപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് പറയായിരുന്നു. അപ്പോൾ ഈ വർഷം ബർത്ത്ഡേ വരുമ്പോഴാണ് ശരിക്കും മിസ് ചെയ്യുക ഡിമ്പിളിൻ്റെയും അപ്പോൾ ത്രേസി ആൻറ്റിയുടെയും ബർത്ത്ഡേ ഒരൊറ്റ ദിവസമായിരുന്നു കേട്ടോ. ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ ത്രേസി ആൻറ്റി ഇല്ല. അങ്ങനെ നമ്മൾ ശോഭയിലെത്തി. ശോഭയിൽ നിന്ന് വേറെ എവിടേക്കും ഞങ്ങൾ പോയില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ എവിടേക്കും പോകാനല്ല, ശരിക്കും ഇവിടെ കയറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നത്. അങ്ങനെ ഊബർ വിട്ട് ഞാൻ നോക്കിയപ്പോൾ ക്രിസ്മസ്. അപ്പം ഞങ്ങൾക്ക് ഓർമ്മ വന്നു ശരിക്കും 11 വർഷം അങ്ങോട്ടാണ് ശരിക്കും ശോഭ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു കാസനോവ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട്. ഫസ്റ്റ് ശോഭ വന്ന സമയത്ത് വലിയ ട്രീ ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് നമ്മളുടെ കളക്ഷനിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ചെന്നപ്പോഴാണ് പുറമേ നിന്ന് തൊട്ട് തന്നെ ഓഫേഴ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറയുന്നു, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ ഞാൻ ചെയ്യണത്. നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യണോ, എവിടെയൊക്കെ പോകണോ അതൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇന്ന് ഭയങ്കര ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി പറഞ്ഞപ്പോൾ ആ മോള് പറഞ്ഞു ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സ് ഇനിയുണ്ട്, ഞാനത് ഇട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇത് ശരിക്ക് കണ്ടില്ലേ ക്ലിനിക്കാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഇതാണ് ആ മോള് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാവർട്ടിയിലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനം നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് കാര്യത്തിലേക്ക് കടന്നത്. അപ്പോൾ സ്വതവേ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഇവൾ വരാറുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു 10 മിനിറ്റ് വൈകിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു. ഓട്ടോ അതെ നല്ല ഒരു ഓട്ടോ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി. അങ്ങനെ നെസ്റ്റോന്ന് ശരിക്കും പറഞ്ഞാൽ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. അപ്പോൾ എന്തായാലും ശോഭയിലേക്ക് വരണ നിലയ്ക്ക് നെസ്റ്റോയിൽ കയറി. നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാച്ചും തോമും ആണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം കഴിക്കണേന്നല്ല കേട്ടോ. ഞങ്ങളും ഇടയ്ക്കേതല്ല വല്ലപ്പോഴൊക്കെ വറുത്ത് കഴിക്കാറുണ്ട്, ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ എയർ ഫ്രയറിലിടാറുണ്ട്, അങ്ങനെ കഴിക്കാറുണ്ട്. അല്ലാണ്ട് പിള്ളേർക്ക് മാത്രമുള്ളതല്ല കേട്ടോ ഇത്. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, കുട്ടികൾക്ക് ഫുൾ ടൈം ഇങ്ങനത്തെ ഭക്ഷണം കൊടുക്കണമെന്ന്. ഒരിക്കലുമല്ല, നമ്മളൊക്കെ അത് കഴിക്കാറുണ്ട്. പിന്നെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ വലിയ ഒരു സംഭവം വാങ്ങിക്കണമെന്നുള്ളൂ, കാരണം അതാണ് നമുക്ക് ലാഭം. അങ്ങനെ അവിടുന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പായസത്തിൻ്റെ മിക്സാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് മാറി വാങ്ങിക്കാൻ വെച്ചാൽ പാലടയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങൾ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ സാധാരണ വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ ഇവിടുത്തെ കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കേണ്ടി വന്നില്ല, കാരണം ജ്യൂസും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ റസ്ക് എടുത്തു ഞാൻ, കാരണം ഇവിടെ ഡോണും ഡാഡി ആയാലും ഞാനായാലും രാവിലെ എണീക്കുമ്പോൾ 2 റസ്ക്, മുമ്പ് സ്ഥിരം ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോൾ 2 റസ്ക് കഴിക്കും, അല്ലെങ്കിൽ കുഴലപ്പം എന്തെങ്കിലും കാപ്പിയുടെ കൂടെ കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുറേ ലേറ്റാവും, 9:30 ആവും. ഞങ്ങൾ ചിലപ്പോൾ കുട്ടികളെ വിട്ടിട്ടാവും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും രാവിലെ കട്ടൻ്റെ കൂടെ 2 റസ്കോ അല്ലെങ്കിൽ ഒരു കുഴലപ്പോ എന്തെങ്കിലും ബണ്ണാണെങ്കിൽ ഒരു ബണ്ണോ ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ സ്നാക്സിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇന്ന് പതിവിലധികം പാറ്റേണുകളാണ് ഉള്ളത് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഒക്കെ ഒരു ഭൂരിഭാഗം സംഭവങ്ങളും നോൺ വെജാണ്.
ഞങ്ങളെന്ന് വെച്ചാൽ നൊയമ്പായതുകൊണ്ട് വെജും വേണമല്ലോ. എന്നാലും വെജ് പിസ്സ ഉണ്ടായിരുന്നു, 2-3 ഒരു 6-7 പാറ്റേൺ നോൺ വെജും ഉണ്ടായിരുന്നു, അല്ല സോറി വെജും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് 2-3 സംഭവങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് ഞങ്ങൾ അപ്പുറത്ത് ചെന്നപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങി അപ്പുറത്ത് ബില്ലിട്ടാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഫ്രൂട്ട് കട്ട്സ് എടുത്തു. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാക്ക് ചെയ്ത് വന്നപ്പോൾ പേരക്കായും പിന്നെ മറ്റേ തണ്ണിമത്തങ്ങയും മാത്രമേ, ഞാൻ ആപ്പിളാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതായപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചവിടെ വെക്കേണ്ടായത്. പച്ചക്കറികളൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ അത്യാവശ്യം സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഒന്നും നമ്മൾ വെച്ചിട്ടില്ലല്ലോ. നമ്മൾ വെള്ളം പണിമുടക്കായതുകൊണ്ട് വെള്ളവും കറണ്ടും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അധികം വെക്കലൊന്നും ഉണ്ടായില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ എല്ലാ ദിവസത്തെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിയത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം. മറ്റേ സെറ്റ് കേർഡ് വാങ്ങിച്ചു ഞാൻ, എനിക്കും വാങ്ങിച്ചു, അക്കിക്കും വാങ്ങിച്ചു. പിന്നെ അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഒരു പാക്കറ്റ് ഓയിൽ, ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ പ്രത്യേകം വാങ്ങിച്ചത് അതിനാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നത് തന്നെ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടാണ്ട് വാങ്ങിയത് 2 കേക്ക് വാങ്ങി. കുട്ടികൾക്ക് നാളെ ക്രിസ്മസ്, അതായത് ഇന്ന് തേഴ്സ്ഡേ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളും. അപ്പോൾ കേക്കും മഫിൻസുമാണ് അവരോട് പറഞ്ഞേക്കണേ. ക്രീമും മറ്റേ ഷുഗർ കോട്ടിംഗ് ഉള്ളത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ടത് വാങ്ങിയത് കേട്ടോ. ഇതിപ്പോൾ അതേ നോക്കി മാംഗോൻ്റെ പൾപ്പാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും ഷെയ്ക്ക് അടിച്ചു കൊടുക്കാൻ എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ സ്നാക്സാണ്. പിള്ളേർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് വീതം വാങ്ങി വൈകിട്ട് എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. കാരണം ഡാഡിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലിൻ്റെ ഹസ്ബൻഡും പിള്ളേരും കൂടിയിട്ട് വന്നത്. അപ്പോൾ ക്ലിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ക്യാൻഡിൽസ് സ്ഥിരം തരുന്ന ഒരു മോളും മോനുമാണ് പിള്ളേരും. അപ്പോൾ ക്ലിൻ്റെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വീണിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ നടക്കാനൊന്നും കാര്യമായിട്ട് പറ്റില്ല. കുറേ മാസങ്ങളായി, 2-3 മാസമായി. അപ്പോൾ ഫുൾ റെസ്റ്റിലാണ്. എന്നാലും എന്നെ ക്രിസ്മസ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റും കൊണ്ട് വന്നതാട്ടോ. അപ്പോൾ അവരിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കണ്ടമാനം സാധനങ്ങൾ ചെയ്തത്. നമ്മളുടെ ഇപ്പോൾ ഓരോ പരിപാടിക്ക്, പിന്നെ മാതാവിൻ്റെ കൊടുത്തപ്പോൾ മാതാവിൻ്റെ ഒരു മെഴുകുതിരി കത്തിച്ചില്ല, അതൊക്കെ ക്ലിൻ്റെയുടെ ഇവരുടെ പ്രോഡക്റ്റ്സ് ആട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഡിവൈൻ്റെയും ഡിമ്പിളുടെയും ഒക്കെ പേജ് ഇതിൽ കാണാം, ഇവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള എല്ലാ കുഞ്ഞു സാധനം തൊട്ട് കൊച്ചു കീ ചെയിൻ തൊട്ട് വലിയ സാധനങ്ങൾ വരെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കൊച്ചു ട്രേ ആണ്. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു സ്റ്റാറും ഒരു മറ്റേ ക്രിസ്മസിൻ്റെ ഒരു കപ്പുമാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത് കേട്ടോ. എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ട് എനിക്ക് സ്ഥിരം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ മറന്നിരിക്കുകയായിരുന്നു ഇവരെ കണ്ടപ്പോഴാണ്. പക്ഷേ എനിക്കവരെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ക്ലിൻ്റെ ശരിക്കും റെസ്റ്റിലാണ്, മാസങ്ങളോളമായി ആ ഒരു സർജറി കഴിഞ്ഞിട്ട് ഉള്ള ഇരിപ്പ്. കുഞ്ഞേ 2 മക്കളും. അപ്പോൾ ഞാനെപ്പോഴും പറയും, എന്താ പറയുക, നമ്മളെല്ലാം നല്ലതിനെന്ന് വിചാരിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, നല്ല പ്രായം മുഴുവൻ ഇങ്ങനെ വേദനയും വിഷമവും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ആ മോൾക്ക് വേണ്ടി. കാരണം ഓരോ മെഴുകുതിരി കത്തിക്കുമ്പോഴും എപ്പോഴും അവരുടെ ഒരു മെഴുകുതിരിയെങ്കിലും നമ്മുടെ കയ്യിലില്ലാണ്ടിരിക്കില്ല. അപ്പോൾ മെയിൻ മെഴുകുതിരിയുമെന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കണ്ടമാനം സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പതിവുപടി ഞാൻ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിടാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് മറ്റേ ഐസ് പോയി തുടങ്ങിയ കുറച്ച് നേരമായില്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടു. അവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു വണ്ടിയിൽ വന്നു. എൻ്റെ മക്കളെ പേടിച്ച് വരച്ചിട്ടാണ് ഞാൻ ആ ഊബറിലിരുന്നത്. വല്ലാത്തൊരു ഡ്രൈവിങ്, ഡിക്കി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് സാധനങ്ങൾ സീറ്റുമ്പോൾ വെച്ചപ്പോൾ അതിന് ഭയങ്കര ബഹളം, എന്താ പറയുക, ആകെ ഒരു സുഖമില്ലാത്ത രീതിയിലായിരുന്നു ആ യാത്ര. അങ്ങനെ വന്നിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഓരോ സാധനങ്ങൾ പെറുക്കി വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ രാവിലെ തൊട്ട് ആ സമയം വരെ സുഖമായിട്ട് യാത്ര ചെയ്തത് ഈ ഒരൊറ്റ യാത്രയിൽ അങ്ങോട്ട് അവസാനിച്ചു. കാരണം അത്രയും എന്താ പറയുക, ഭയങ്കര സ്പീഡിലുള്ളൊരു പോക്കും, ഇപ്പം ഇടിക്കുന്നുള്ളൊരു പോക്കായിരുന്നു. പേടിയായി സത്യത്തിൽ. അങ്ങനെ ഒരു പൊതി ചോറുണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിച്ചു. അപ്പോൾ ഡാഡിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഒരു പൊതിച്ചോറ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പൊതിച്ചോറ് വാങ്ങിച്ച് ഡാഡി കഴിച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനും കഴിച്ചു. കുട്ടികളൊക്കെ ഈ സ്നാക്സും അതും ഇതൊക്കെ കഴിച്ച് ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക്
എന്തൊക്കെ കഴിച്ചാലും എനിക്ക് ഒരു ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടി ചോറുണ്ടായാലേ എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കാനായിട്ട് നിന്നു. ആ സമയത്ത് നമ്മുടെ പാച്ചുവും ഡിംപിളും ഇങ്ങോട്ട് വന്നു. പാച്ചുവിനെ ഉറക്കാൻ കൊണ്ടുപോയതാണ്. അപ്പം ഞങ്ങൾ 2 പേരും കണ്ടില്ല. ഡിംപിൾ പാത്രം കഴുകാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോന്ന് ഒതുക്കാൻ നിന്നപ്പോൾ ഇവൻ ബുക്കിൽ പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിൽ നിന്നേ പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഉറങ്ങാണ്ടായപ്പോൾ ഡിംപിൾ പറഞ്ഞു ഞാനും കൂടി കിച്ചണിലേക്ക് വരാം, കാരണം കുറേ സാധനങ്ങൾ ഒതുക്കാണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ വന്നതാണ്. ഞങ്ങൾ 2 പേരും അങ്ങോട്ട് തിരിഞ്ഞ് ഇവൻ്റെ അനക്കൊന്നും കേൾക്കാനില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവൻ ഭയങ്കര പെയിൻറ്റിങ് ബുക്കിൽ നിന്ന് പതുക്കെ നേരെ കീഴ്പോട്ടേക്ക് താഴേക്ക് നിലത്തായി. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ അത് തുടയ്ക്കാൻ പറ്റണ സംഭവം. എന്നാൽ പിന്നെ അവനെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു നീരുവീഴ്ചയുണ്ട് കേട്ടോ മൂപ്പർക്ക്. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ അവസാനം പറഞ്ഞു നിന്നപ്പോൾ അവൻ റെയിൻബോ വരയ്ക്കുകയാണ് അത്രേ. അപ്പം അവൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ കളറിങ്ങിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ട്രേയിൽ ഫുൾ വെള്ളമൊഴിച്ച് അത് കമത്തി വെച്ചിട്ട് ഒരൊറ്റ വരയാണ്. എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് കണ്ടതാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് റെയിൻബോ ആണെന്നുള്ളത്. അപ്പോൾ ഡിംപിൾ വഴക്ക് പറയാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു വഴക്ക് പറയണ്ട, അവനെന്താ ചെയ്യണേ, എന്തായാലും അഴുക്കായി, എന്നാൽ പിന്നെ വെള്ളമല്ലേ നമുക്കത് തുടച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ തോമും ചാക്കോച്ചനും മുകളിൽ പോയേക്കായിരുന്നു. അപ്പോൾ ഇവൻ കുറേ നേരം ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ കുട്ടികളല്ലേ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് ചെയ്യുന്നത് കണ്ടോ. അവനതിങ്ങനെ കമത്തി വെച്ചിട്ട് ആദ്യം ഇതുകൊണ്ട് ചെയ്തു, പിന്നെ ആ ബോക്സ് കൊണ്ട് തന്നെ കമത്തിയിട്ട് ഒറ്റ വരയാണ്. എന്നിട്ട് അവൻ അതിലിട്ട പേരാണ് റെയിൻബോ ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കും സന്തോഷം. അവനും മനസ്സിലായത് മഴവില്ലിങ്ങനെ വളഞ്ഞിട്ടാണ് 7 കളറുണ്ട്, 7 എന്നല്ല കളറുകളുണ്ട് എന്നുള്ളതിൽ നമുക്കത് കണ്ടപ്പോൾ സന്തോഷം. അപ്പോൾ കുട്ടികളെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണമാണല്ലോ അത്. അങ്ങനെ പിന്നെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് ഇനി ആകെ കൊളാവുണ്ടാച്ചിട്ട് ഡിംപിൾ അവനെയും കൊണ്ട് കുളിപ്പിക്കാനായിട്ട്, അത് 2-3 കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി ഇപ്പോൾ പ്രത്യേകിച്ച് ഡയപ്പർ യൂസ് ചെയ്യാത്ത കാരണം കുട്ടികൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരെ കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരെയാണ്. അവർ ഇന്ന് മൂത്രം ഒഴിക്കണം എന്ന് വിചാരിക്കുമ്പോഴേക്കും കുട്ടികളല്ലേ അവർക്ക് അറിയാണ്ട് പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെ വരണ കാരണം ഫുൾ ടൈം ഇപ്പോൾ കുളിപ്പിക്കൽ മാത്രമാണ് പണിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ വെച്ച് മോൻ്റെ കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഡിംപിളതെല്ലാം കഴിഞ്ഞിട്ടാണ് അവനെയും കൊണ്ട് കുളിപ്പിക്കാൻ പോയി. ഞാൻ പറഞ്ഞു ഇനി കുറച്ച് നേരത്തേക്ക് ഈ വഴിക്ക് വരണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവള് വന്ന കാരണമാണ് അവൻ വന്നതും ഈ പണിയൊക്കെ ചെയ്തതും. അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സമയം കുറേ ആയിട്ടോ. ഞാൻ പറഞ്ഞില്ല ഒക്കെ ലേറ്റായി ഇന്നത്തെ ഒരു ദിവസം. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചായ വെച്ചിട്ടാവാം നമ്മളുടെ ബാക്കി പരിപാടികളെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ വയ്ക്കും. അപ്പോൾ ഇന്ന് ഞാൻ പരീക്ഷണം മസാല ചായയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എനിക്ക് ഈ ചായയിലുള്ള പരീക്ഷണം കുറേ കൂടുതലാണ്. പരീക്ഷണമല്ല, ഇഷ്ടമാണ് എനിക്ക് വെറൈറ്റി ചായകൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ. അങ്ങനെ ഞാൻ മസാല ചായ ഭയങ്കര ഇഷ്ടമായി, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ മസാല ടീ ഒന്നും കൂടി ഇതും കൂടി വാങ്ങിക്കട്ടെ. അപ്പോൾ ഞാൻ ഏലക്കായയുടെ ടീ വാങ്ങി, മസാല ടീ വാങ്ങി, പിന്നെ 3 in 1 ഒക്കെ വേറെ. ഇത് ശരിക്കും നമ്മുടെ ചായപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ റസ്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു. നല്ല റസ്ക്കാട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഗീ റസ്ക് നല്ല റസ്ക്കാണ് നെസ്റ്റോളത്തെ. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ അപ്പാപ്പൻ്റെ കുട്ടികളുടെ ഒച്ച കേൾക്കാണ്ടായപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ 2 ആളും ഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ താഴെ ഓടാമ്പിലിടണ കാരണം കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് കൈയെത്തിക്കഴിഞ്ഞാൽ തോമുപ്പം തന്നെ ഗേറ്റ് തുറന്ന് അടച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ആളും കൂടിയിട്ട് അപ്പാപ്പൻ്റെ വണ്ടിയുമ്പോൾ ഇങ്ങനെ വരാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അപ്പാപ്പൻ നെറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. അപ്പം ഞാൻ നാളെ കാണിക്കാം കേട്ടോ പട്ടിക്കൂടിൻ്റെ അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓച്ചു അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. കാരണം ഇവരെപ്പോഴും ഷോപ്പ് കീപ്പറായിട്ട് കളിക്കാറുണ്ടല്ലോ, പിന്നെ കാർ സർവീസ്, പിസ്സ, എന്താ പറയുക, അങ്ങനെ പിസ്സയുടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കളിക്കാറുണ്ട്. അപ്പോൾ കാശിന് പകരം കൈകൊണ്ട് ഇങ്ങനെ കൊടുക്കാറ് പതിവ്. അപ്പോൾ ഓച്ചു കളിക്കാനായിട്ടുള്ള നോട്ട് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുട്ടികളെ നോട്ട് കൊണ്ടാണോ കളിപ്പിക്കണേന്ന്. അങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാധനം വരുന്നത് അത് കളിക്കാനാണല്ലോ. അപ്പോൾ പിന്നെ അത് കുട്ടികൾ കളിക്കട്ടെ, അല്ലാണ്ട് അത് വേറൊരു രീതിയിൽ കുട്ടികളെ നോട്ടിൻ്റെ ഇതുകൊണ്ടാണോ കളിപ്പിക്കണേന്ന് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാകുമ്പോൾ അത് അവരതുകൊണ്ട് കളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഭയങ്കര സന്തോഷമായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കേട്ടോ. അതിൽ 5-ൻ്റെ 10-ൻ്റെ പാച്ചുവിന് അങ്ങനെ അങ്ങോട്ട് അറിയാറായിട്ടില്ല. അവനതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ തോമുവിന് മനസ്സിലായി ഇത് നോട്ടാണെന്നുള്ളത്. അവനിങ്ങനെ എടുത്തിട്ട് 50 രൂപ ഇതിന്, 100 രൂപ ഇതിന്, 10 രൂപ ഇതിന് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു തുടങ്ങി. പാച്ചു അത് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ചുരുണ്ടിട്ട്. അവനത് കടലാസായിട്ടേ തോന്നിയുള്ളൂ.
അപ്പോൾ പിന്നെ പാച്ചുവിനെ സംബന്ധിച്ച് അവന് ഗൂഗിൾ പേ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കാശ് ഇങ്ങനെ നോട്ട് അങ്ങനെ അധികം കണ്ട് അവന് ശീലമില്ല. തോമുനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ കൊണ്ട് ഇങ്ങനെ കുടുക്കയിലൊക്കെ ഇടിക്കും. അപ്പോൾ അതുകൊണ്ട് അവന് നോട്ടിനോട് ഭയങ്കര നല്ലോണം അറിയാം അവന് നോട്ടിനെ കുറിച്ച്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലായത് എന്താണ് ഈ വ്യത്യാസം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് തൊട്ട് ഡിംപിളിനോട് പറഞ്ഞു, നാളെ തൊട്ട് നീയും ഈ പറഞ്ഞ പോലെ അവൻ്റെ കയ്യിൽ ഒരു കോയിനുകൾ അല്ലെങ്കിൽ നോട്ട് കൊടുത്ത് കുടുക്കയിലിട്ട് ശീലിപ്പിക്കുക. അപ്പോൾ അവന് ഇതാണ് കാശ് എന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ ഫോണിൽ ഗൂഗിൾ പേ ഞെക്കും. ഗൂഗിൾ പേ ഞെക്കിയിട്ട് കാശിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവൻ ഫോണെടുത്ത് ഗൂഗിൾ പേയുടെ ആ എംബ്ലം ഉണ്ടല്ലോ അത് ഞെക്കുക ചെയ്യുക. അതായത് അവൻ്റെ വിചാരം കാശ് ഗൂഗിൾ പേ വഴി മാത്രമാണെന്ന്. ഇങ്ങനെ നോട്ട് അവന് അങ്ങനെ വലിയ ശീലമില്ല. കുട്ടികൾ കാണേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയാലും നമ്മൾ ഗൂഗിൾ പേ ആണ്, വണ്ടി കാറിൽ ഓട്ടോയിലൊക്കെ പോയാൽ ഗൂഗിൾ പേ ആണ്. ഇപ്പോൾ ബി കെയറിൽ പോയാൽ ഗൂഗിൾ പേ ആണ്. അവൻ പോണോടത്തൊക്കെ കാണുന്നത് ഗൂഗിൾ പേ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നാണത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കാശ് മണി എന്താണെന്നറിയാം. അവൻ മണി എന്ന് പറയും, പക്ഷേ അവന് കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഇന്ന് വാങ്ങിയ പനീറാണ്. നല്ല സോഫ്റ്റ് പനീർ കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ 2 പ്രാവശ്യം വാങ്ങിച്ചത് ഭയങ്കര ഹാർഡായിരുന്നു. ഇത് നല്ല സോഫ്റ്റ്, നല്ല കറി. അപ്പം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസിൻ്റെ ചീനച്ചട്ടികളാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 2-3 ദിവസമായി വന്നിരിക്കുന്നു. ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചില്ല. ഞാനതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനത് നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബിരിയാണി പോട്ടാണ്, കണ്ടിട്ടുണ്ടാവും. കാരണം ഡിംപിളും ഡിവൈനും ഒക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഒരുവിധം പാത്രങ്ങളൊക്കെ ഇൻഡസിൻ്റെയാണ്. പക്ഷെ നാളെ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞ് ഡാഡി വന്നു. അപ്പോൾ പിള്ളേർസിൻ്റെ 3 കുളിപ്പിച്ച് ഡിംപിളിൻ്റെ കുളിയും കഴിഞ്ഞു. ഡിവൈൻ പിള്ളേരെയും കൊണ്ട് മുകളിലേക്ക് പോയി. അങ്ങനെ ഇനിയിപ്പോൾ ചപ്പാത്തിയും കറിയാണ്. അപ്പോൾ കുറേ നേരത്തെ കഴിഞ്ഞു ഇന്ന് പണികളൊക്കെ കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഇന്നലെ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ ഹൈലൈറ്റ് മോൾ വന്നത്, അതിൽ ലുലു മോൾ ഓപ്പൺ ചെയ്തത്, അങ്ങനെ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻ വേഗം കഴിച്ചിട്ട് കയറിപ്പോയി. കാരണം ചാക്കോച്ചൻ ഓൾറെഡി എണീറ്റുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഈ പറഞ്ഞ പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ ഡിംപിളിൻ്റെ കുളി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനി വഴിക്ക് വരണ്ട, ഓടിക്കോ എന്ന് പറഞ്ഞു. പാച്ചും ഉറങ്ങിയില്ലോ, പിന്നിപ്പോൾ പ്രശ്നം വരണ്ട വെച്ചാൽ എല്ലാവരും പോയി. ഞാൻ പതിയുമ്പടി എൻ്റെ മക്കൾക്ക് ഇറച്ചി കൊടുത്തു. അപ്പോൾ ഡാഡി ഒപ്പം നിന്നു കേട്ടോ. പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അവർക്ക് കൊടുത്ത് ഡാഡിയും പോയി. പിന്നെ ഞാൻ ഓരോ ഭാഗം ക്ലിയർ ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കേടാവണത് പുറത്തുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് വരുമ്പോൾ നമുക്ക്, നിങ്ങളായാലും അങ്ങനെ ചെയ്തോളൂ. രാത്രി കിടക്കണതിന് മുമ്പ് എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കുക. എന്തെങ്കിലും നമ്മൾ മറന്ന് വെച്ചതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ലതും വെള്ളത്തിലിടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെള്ളം വെച്ചത് ഒരു പാത്രത്തിൽ. നിങ്ങൾ വിചാരിക്കും ഞാൻ മറന്നു പോയതാന്ന്. മറന്നത് തന്നെയാണ്, പക്ഷേ സാധാരണ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഒപ്പം വെക്കാറുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് വെള്ളം വെച്ചത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇങ്ങോട്ട് കടന്നപ്പോൾ നമ്മുടെ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കായിരുന്നു കപ്പും ട്രേയും. പിന്നെ ഇത് നമ്മളുടെ നാളെ പിള്ളേർസിനെ കൊണ്ടുപോകാനുള്ള കേക്ക്. 2 പേർക്ക് 2 ഫ്ലേവറാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കട്ട് ചെയ്യുമ്പോഴായാലും പല ഫ്ലേവർ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾക്ക് വേണ്ടി വാങ്ങിയ കേക്കിൻ്റെ ഇതാണ്. തിന്നതിൻ്റെ ബാക്കി ഒരു ബോക്സിലാക്കി ഡാഡി വെച്ചതാട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 2-3 സ്ഥലത്ത് പോയി. പക്ഷേ ഇന്നലെയും യാത്രയുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ചൂടാട്ടോ പുറത്ത്. ഇത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ മഴയും കാറ്റൊക്കെ ആയിരുന്നു. ഇന്ന് പകൽ ചൂടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, സന്ധ്യ നേരമായപ്പോഴേക്കും വീണ്ടും കാറ്റും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസം ഇന്നും അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു ഹൈലൈറ്റ് മാളിൽ പോയില്ലേ എന്നുള്ളത്. അപ്പം ഞാൻ നാളെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, പിള്ളേർസിനെയും കൊണ്ട് രാത്രി കിടക്കണതിന് മുമ്പ് നല്ലോണം ലേറ്റായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ തൊട്ടടുത്താണ് കേട്ടോ ഹൈലൈറ്റ് മാള്, വളരെ അടുത്തെന്ന് പറയാം, അവിടെയാണ്. അപ്പം ഞാൻ നാളെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെയും കാണിച്ചു തരും. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എവിടെ പോയാലും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ.